എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമുക്ക് അവിയലുണ്ടാക്കാം. ഓണത്തിൻ്റെ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു അവിയലാവാം. സിമ്പിളാണ്, ടേസ്റ്റാണ്. ഉള്ള കായ് വെച്ചിട്ടുണ്ടാക്കാം. എല്ലാ പച്ചക്കറികളും വേണമെന്നൊന്നുമില്ല. നമ്മുടെ എന്തുണ്ട് അത് വെച്ച് കുറച്ച് 2-3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിയലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ അത് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റൈലിൽ അവിയലാണിത്. ഓരോരുത്തർ ഓരോ മാതിരി വയ്ക്കും. നമ്മളെങ്ങനെ വയ്ക്കുന്നത് അതേമാതിരിയാണ് പറയണത്. എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം. ചേന ഉണ്ട്, ഒരു 1/4 കിലോ ചേന ഉണ്ട്, ഒരു 150 ഗ്രാം ക്യാരറ്റ് ഉണ്ട്, കായ മീഡിയം ചെറിയതാണ് ഒന്ന്, 100 ബീൻസ് ഉണ്ട്. എത്ര വേണമെങ്കിൽ ഇടാം, ഏത് കായ വേണമെങ്കിലും ഇടാം. പക്ഷെ നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത്, ഒരു മുരിങ്ങക്കായ വലുത്, പിന്നെ ഒരു 1/4 കിലോ കുമ്പളങ്ങ, പിന്നെ ഒരു 150 ഗ്രാം പയർ. ഇതാണ് നമ്മുടെ അവിയൽ കഷ്ണം. എന്തൊക്കെ വേണ്ടി അരപ്പ് നോക്കാം. ഇത് വലിയ ഒരു മൂടി തേങ്ങ, അല്ലെങ്കിൽ മീഡിയം ചെറിയ തേങ്ങയായാലും ഒരു തേങ്ങ ചെറുത് മതി. ഇത് വലിയൊരു മൂടി പച്ച തേങ്ങയാണ്, മൂത്ത തേങ്ങയാണ്. അത് ചെറിയ വെച്ചിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് പച്ചമുളകുണ്ട്. നമ്മുടെ വീട്ടിലെ കുറച്ച് കുഞ്ഞൻ മുളകുണ്ട്. പിന്നെ ജീരകം 1 സ്പൂൺ വേണം. 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. പാകത്തിന് ഉപ്പ്, പിന്നെ ശർക്കര ഏത് ശർക്കര വേണമെങ്കിൽ ഇടാം. ഉണ്ട ശർക്കര കിട്ടുള്ളൂ, അതും വാങ്ങിയിടാം. ഇങ്ങനത്തെ വേണമെങ്കിൽ മൊത്തം ശർക്കര വേണം. ലൈറ്റ് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ്. തൈര് പുളിപ്പിന് നമുക്ക് എത്ര കുറച്ച് വേണം ഇതാണ് ഒഴിക്കുന്നത്. കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം, കുറയ്ക്കാം. ഞങ്ങൾക്ക് കുറച്ച് മീഡിയം പുളിപ്പ് മതി, നമുക്ക് കുറച്ച് വേണ്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഒരു 100-150 ഗ്രാമേ ഉള്ളൂ. 150 ഗ്രാം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ചെറിയ ഗ്ലാസ് ഉണ്ടാവുള്ളൂ. നല്ല പുളിച്ചതാണിത്, അതുകൊണ്ടാണ് കുറച്ച് ഒഴിക്കുന്നത്. പുളിപ്പ് കമ്മിയാണ്, കുറച്ച് കൂട്ടി ഒഴിക്കാം. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെയാണ് അവിയൽ വയ്ക്കണമെന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് വയ്ക്കാൻ തുടങ്ങാം. പിന്നെ ചട്ടിയിലാണ് വയ്ക്കണത്, അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കഷ്ണം ഇറട്ടെ. കഷ്ണമെല്ലാം കഴുകി നല്ലോണം 2-3 പ്രാവശ്യം. നല്ല കളർഫുള്ളായ കായകളാണ്, പച്ചക്കറികൾ. ഇനിയും കഷ്ണങ്ങൾ വേണമെങ്കിൽ ഇനി വേറെ എല്ലാം വെള്ളരിക്ക അങ്ങനെയുള്ളതൊക്കെ ഇടാം. ഒക്കെ പെട്ടെന്ന് ഈസി ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്തിരി കഷ്ണം നുറുക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ, പിന്നെ പണിയേ ഇല്ല, പിന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതിങ്ങനെ തിളച്ചാൽ ചുങ്ങും. ഇപ്പം ഇങ്ങനെ ഉള്ള പോലെ ഉണ്ടാവില്ല. അങ്ങനെ തിളച്ചാൽ ഒന്നുകൊണ്ട് ആവി കയറിയാലേ അങ്ങനെ അമങ്ങി ചുങ്ങും. കുറച്ചേ ഉണ്ടാവുള്ളൂ, കാണുന്ന പോലെ ഉണ്ടാവില്ല, പൊക്കം ഉണ്ടാവില്ല. ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് തോന്നും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ക്വാണ്ടിറ്റി. ഉപ്പിടുന്നുണ്ട്. വേണ്ട പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. കല്ലുപ്പാണ് ഉള്ളത്. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇടാം. ചിലവർ മഞ്ഞപ്പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. വല്ലാണ്ട് കളർ വേണ്ട. ഇന്ന കളർ ഒരു എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ കണ്ടിച്ചാൽ അത് പോട്ടെ. അതിന് ഇനി നമുക്ക് നല്ല കുടഞ്ഞിടാം. ഒന്നിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുടഞ്ഞാൽ മതി. വല്ലാണ്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ പൊട്ടും പൊടിയും ചെയ്യുള്ളൂ വേവുമ്പോൾ. അങ്ങനെ ഇട്ടത് കുടയാൻ വയ്ക്കുന്നതിന് കുടയാണെങ്കിൽ വല്ല കൈ വെച്ച് ഇളക്കാനേ പാടുള്ളൂ. വല്ലാണ്ട് കയ്യിലൊക്കെ വെച്ച് ഇളക്കിയ കഷ്ണങ്ങളൊക്കെ പൊട്ടും പൊടിയും. പിന്നെ പാകത്തിന് വന്നാൽ മതി. ചിലർക്ക് നല്ലോണം വേവണം. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നല്ല വേവിക്കാം. നമുക്ക് പാകത്തിനുള്ള വേവ് മതി. അങ്ങനെയൊക്കെയാണ് വേവിക്കേണ്ടത്. നമുക്ക് ഇനി തീയൊക്കെ കത്തിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. വേവിക്കുമ്പോൾ കാണിക്കാം. ഇനി പിന്നെ തേങ്ങയും ജീരകവും തൈരും കൂടി മുളകും കൂടി ഒതുക്കി കൊണ്ടിട്ട് അതും കാണിച്ചു തരാം. അതെടുത്തിട്ട് ജാറിൽ വെച്ചിട്ട് നല്ല അരയ്ക്കാൻ പാടില്ല. തേങ്ങ ഒതുക്കാനേ പാടുള്ളൂ. നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല. വെള്ളം കൂട്ടി അരയ്ക്കാനും പാടില്ല. തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയും ജീരകവും മുളകും കൂടി വെള്ളം ഇല്ലാണ്ട് ചതക്കിയാണ് വേണ്ടത്. വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിലിടണം. വെന്ത ശേഷം ഇനി കത്തിച്ചിട്ട് നമുക്ക് നല്ല വേവിക്കാം. വെള്ളം ഒഴിക്കാണ്ട് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ തുള്ളി വെള്ളം തളിച്ച് വിടാം, അത്രേ പാടൂ. അതിന് വെറ്റും വേണം. ഇങ്ങനെ തളിക്കാനേ പാടുള്ളൂ, അല്ലാണ്ട് ഒഴിക്കാനൊന്നും പാടില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ അടിയിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ ആ വെള്ളം എല്ലാം കഷ്ണമൊക്കെ വെന്ത് അത് വറ്റണം വെള്ളം. അപ്പോൾ നമുക്ക് അതിന് ശേഷം തേങ്ങയും തൈരൊക്കെ കൂടെ ഒഴിച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ തേങ്ങ ജീരകം ഇട്ടു, മുളക് ഇട്ടു,
തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ അരയ്ക്കാൻ പോവാണ്. ഇതാ ഇനി ചതച്ച് കൊണ്ടുവരാം. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാണ്ട് ചതയ്ക്കണം. ജീരകം, പച്ചമുളക്, തേങ്ങ അരച്ച് കൊണ്ടുവരാം. അപ്പം അങ്ങനെ നമ്മുടെ അവിയലൊക്കെ ഏകദേശം വെന്തു. ലൈറ്റ് നടക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങ ഇടാം. തേങ്ങ ചതച്ചത്, തേങ്ങ, ജീരകം, പച്ചമുളക് ഒതുക്കിയെടുത്താണ്. വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല. എന്നാൽ നമുക്ക് ഇടാം. ഇതാണ് തൈര്. ഇത്രയേ ഉള്ളൂ. മുക്കാൽ ഇത് വന്നിട്ട് നല്ല പുളിപ്പുണ്ട്. ആണ് ഇത് മതി പറയണത്. ഒഴിക്കാം. അത് തേങ്ങ ഇടാം. എന്നിട്ട് തേങ്ങ ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ശർക്കര പൊടിച്ചതാണ്. ഇവിടെ കാണിച്ചില്ലേ, മുഴുവട്ടില്ല, പകുതി മുക്കാലേ ഇടുന്നുള്ളൂ. നമ്മുടെ കറിവേപ്പില ഒന്ന് മിക്സായി കൊടുക്കാം. നല്ല കളർഫുള്ളായ അവിയൽ റെഡിയായി. ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ പച്ച ചൊയ്യും ഇതൊക്കെ ഒന്ന് പോയി ഇതൊക്കെ തേങ്ങയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യാൻ അടച്ചു വയ്ക്കാം. എന്തു നല്ല തീ കത്തിക്കാൻ പാടില്ല. ലാസ്റ്റായ സിമ്മിലാവണം. നോക്കാം. അപ്പോൾ വെല്ലവും തേങ്ങയും തൈരും ഒക്കെ ഒഴിച്ചു. എല്ലാം ഇട്ടു. ഇതാ നമ്മുടെ സൂപ്പർ അവിയൽ റെഡിയായി. നല്ല കളർഫുള്ള ഗ്ലാമറ. എല്ലാവരും ഉണ്ടാക്കണം. ഓണത്തിനുണ്ടാക്കി കഴിക്കണം. അറിയാതെ കുട്ടികളും കൂടി നോക്കി ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻ്റ് ഇടണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഫുള്ളും ചെറിയ വീഡിയോയാണ്, ഫുള്ളും കാണും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. 2 സ്പൂണ് 3 സ്പൂണ് വെളിച്ചെണ്ണ കുറച്ച് അധികം നല്ല ഒഴിക്കാം. നല്ല മണക്ക അവിയൽ. പച്ചക്കറിയൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് നല്ല അങ്ങനെ കുറച്ച് തേങ്ങ ക്വാണ്ടിറ്റി കുറച്ച് തേങ്ങ ഇട്ടാലും മതി. കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കണതല്ലേ. തോന ഇടാം. അതിന് മര്യാദയ്ക്ക് ഇപ്പോൾ നമ്മളിതിലിട്ടിട്ടുണ്ട്. വലിയൊരു മൂടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ. തേങ്ങ പ്രധാനമാണല്ല. അതിൽ പ്രധാന ഇതാണ് ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ. നമ്മൾ തേങ്ങ ഇട്ടാൽ രസം ഉണ്ടാവുള്ളൂ. തേങ്ങയും തൈരും പച്ചമുളകും ജീരകമാണ് പ്രധാനം. പിന്നെ കറുവേപ്പിൻ്റെ ഇലയും നമ്മുടെ രാജാവ്. അപ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കി നോക്കി കഴിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ സ്വന്തം അവിയൽ റെഡിയായി. സൂപ്പർ ടേസ്റ്റിലുള്ള അവിയലാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അവിയലൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഓണം അടിച്ചു പൊളിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.